നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട് എക്കണോമിക്സിൻ്റെ സിലബസിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നമ്മളിന്ന് ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, എക്കണോമിക്സിൻ്റെ പാർട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പഞ്ചായത്തി രാജ്, അല്ലേ? പ്ലാനിങ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. അതിൽ ഇന്ത്യ, കേരള, അതിൽ പഞ്ചായത്തി രാജ്, അതിനെക്കുറിച്ചിട്ട് ഈ പഞ്ചായത്തി രാജ് വരാനിടയായ സാഹചര്യങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഡിഫറെൻറ്റ് കമ്മീഷൻസ്, ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അറിയാം, നമുക്ക് പല കമ്മിറ്റികളുണ്ട്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 1957 തുടങ്ങി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് തൊട്ട് എന്തുണ്ട്, പല കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, അല്ലേ, അങ്ങനെ പല കമ്മിറ്റി റിപ്പോർട്ടുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ക്ലിയർ ആണോ? അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് മീൻസ് കണ്ടൻറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, നേരിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. മനസ്സിലായോ? യെസ്. അപ്പോൾ നമുക്കിപ്പോൾ കൊമേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് PSC റിസർച്ച് ഓഫീസർ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ സിലബസ് വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നോക്കാം, പുതിയ സിലബസ് വരുന്നതുവരെ നമുക്ക് നോക്കാം. പുതിയ സിലബസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം റിസർച്ച് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ റിസർച്ച് അസിസ്റ്റൻറ്റിലേക്ക് ഇതേപടി പരീക്ഷ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന്, അതായത് ഈ കൺഫർമേഷൻ വന്ന സമയത്ത് വളരെ പെട്ടെന്ന് അവർ സിലബസ് ചേഞ്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ എങ്കിലും ആ സിലബസ് ചേഞ്ച് പഠിച്ച പാർട്ടൊന്നും അവോയ്ഡ് ചെയ്തില്ല എന്നുള്ളതാണ്. പഠിച്ച ഭാഗങ്ങളൊന്നും അവോയ്ഡ് ചെയ്തില്ല, കുറച്ച് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള പാർട്സ് അല്ലെങ്കിൽ ഉള്ള ഭാഗങ്ങൾ, സിലബസിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലും കേരളത്തിലും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കമ്മിറ്റികളും അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആര്? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും, കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെൻറ്. മനസ്സിലായോ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഓരോരോ ഭാഗങ്ങൾ മനസ്സിലായപ്പോൾ ഒരു കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട്. മനസ്സിലായോ? അപ്പോൾ അത് വളരെ വേഗം ഞാൻ ഡിസ്കസ് ചെയ്താൽ കടന്നങ്ങ് പോകും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് പോകും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് വാസ് അപ്പോയിൻറ്റഡ് ഇൻ വിച്ച് ഇയർ? എല്ലാവർക്കും വളരെ വളരെ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കറിയാം, 1957 അല്ലേ? അത് ആരാണ് അപ്പോയിൻമെൻ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. മനസ്സിലായോ? എന്തിനാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ഈ കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് എക്സാമിൻ ദ വർക്കിംഗ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ, നമ്മൾ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനൊക്കെ പിന്നീട് നമ്മൾ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമുക്ക് വന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952, അതുപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ക്ലിയർ? 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒത്തിരി വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സംഭവമാണ്. ദെൻ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻമെൻറ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട്. ക്ലിയർ ആണോ? എപ്പോഴാണ്? 1957. മറക്കണ്ട.
കുറേ ഡീറ്റെയിൽസ് പറയാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ അതൊക്കെ തന്നെയാണ് നമ്മൾ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ദെൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബൽവന്ത്ര മേത്ത കമ്മിറ്റി നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ഏതാണ്? എക്സാമിൻ ദ വർക്കിംഗ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. അല്ലാതെ ആദ്യം തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്ത് രാജ് അങ്ങനെയൊക്കെ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടല്ല. ബൽവന്ത്ര മേത്ത കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. എക്സാമിൻ ദ വർക്കിംഗ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1952 ആണല്ലോ. ദെൻ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എപ്പോഴാണ്? 1953. സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഓപ്ഷൻസിലേക്ക് പോകാത്തതിന് കാരണം, നമുക്ക് നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് റീഡ് ചെയ്യുക, മനസ്സിലായോ? കാരണം ഞാൻ ഓപ്ഷൻസിലേക്ക് പോകാത്തതിന് കാരണം ഇതൊരു എല്ലാ ഫാക്റ്റുകളാണ്, നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ വെറുതെ ഓപ്ഷൻസ് അനാലിസിസിലേക്ക് ഞാൻ പോകാത്തതാണ്. കാരണം നമ്മൾ ഇതൊക്കെ ഇനി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു ആവർത്തനമായിട്ട് നമുക്ക് മാറണ്ട. സോ കൃത്യം ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമ്മൾ പോവുകയാണ്, കാരണം ഫാക്റ്റുകളാണല്ലോ. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങൾക്കറിയാം ആൻസർ മനസ്സിലായി. ദെൻ അതായത് the committee was formed to study why community development program were not achieving expected result and to recommend measures for people's participation in local development. ക്ലിയർ ആണല്ലോ? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം, ഗവൺമെൻറ് നമുക്കറിയാം 1947 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി. ദെൻ റിസോഴ്സസ് ആർ സ്കേഴ്സ് ബട്ട് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. റിസൾട്ട് എന്താ? അവരുടെ ആവശ്യങ്ങളൊന്നും നമുക്ക് നേടിയെടുത്ത് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് പ്ലാനിങ് വന്നത്, മനസ്സിലായോ? അതുകൊണ്ടാണ് പ്ലാനിങ് വന്നത്. അതുകൊണ്ടാണ് പ്ലാനിങ്ങിൽ പല പല പദ്ധതികൾ വന്നത്. അതിൽ 2 പദ്ധതികളായിരുന്നു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും. എന്തുകൊണ്ട് അവർ എക്സ്പെക്റ്റ് ചെയ്ത ഒരു റിസൾട്ട് വന്നില്ല? അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. മനസ്സിലായോ? 1957 അതാണ് ബൽവന്ത്ര മേത്ത കമ്മിറ്റി. ഇനി വിച്ച് സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് വാസ് റെക്കമെൻഡഡ് ബൈ ബൽവന്ത്ര മേത്ത കമ്മിറ്റി? മനസ്സിലായോ? ഏത് പഞ്ചായത്ത് രാജ് നമുക്കറിയാം അല്ലേ? എത്ര ടയറുണ്ട്? 3 ടയർ സിസ്റ്റമാണ്, ശരിയാണല്ലോ. അപ്പോൾ അതിൽ ഈ ബൽവന്ത്ര മേത്ത പറഞ്ഞ രീതിക്കുള്ള 3 ടയർ സിസ്റ്റം അല്ല ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. എങ്കിലും ബൽവന്ത്ര മേത്ത റെക്കമെൻഡ് ചെയ്തത്, അതായത് പീപ്പിൾസിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടെ വരാൻ വേണ്ടിയിട്ട് ഡീസെൻട്രലൈസേഷൻ, അതായത് സെൻട്രലൈസേഷൻ നിന്ന് ഡീസെൻട്രലൈസേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം, സെൻട്രലിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി ഉള്ള ആൾക്കാരുടെ നീഡാണോ എന്ന് നമുക്ക് ഒരിക്കലും, അവരുടെ ആവശ്യമാണോ എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. സെൻട്രലിൽ നിന്ന് കുറച്ച് പൈസ ഇന്ന സെക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്ടറിന് അത് വേണോ വേണ്ടയോ എന്നൊന്നും ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ്, പ്രത്യേകിച്ചും ബൽവന്ത്ര മേത്ത കമ്മിറ്റി പ്രകാരം പഞ്ചായത്ത് രാജ് ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്തത്? ഏത് സിസ്റ്റമാണ്? 3 ടയർ സിസ്റ്റമാണ്. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശരിയാണല്ലോ. ആ 3 ടയർ സിസ്റ്റംസ് ഒന്ന് ഓർക്കുക, ആ സ്ട്രക്ചർ ഒന്ന് ഓർക്കുക. ഒന്ന് ഗ്രാമപഞ്ചായത്ത് അറ്റ് വില്ലേജ് ലെവൽ ഓർ ഗ്രൗണ്ട് ലെവൽ ഓർ ബേസ് ലെവൽ, ഏതാണ്? ഗ്രാമപഞ്ചായത്ത്. 2 പഞ്ചായത്ത് സമിതി. പറഞ്ഞേ, പഞ്ചായത്ത് സമിതി ഏത് ലെവലിലാണ്? ബ്ലോക്ക് ലെവൽ. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഇന്നത്തെ പോലെ തന്നെ ബേസ് ലെവലിൽ ഗ്രാമപഞ്ചായത്താണ്. ദെൻ പഞ്ചായത്ത് സമിതിയാണ്. ദെൻ ജില്ലാ പരിഷത്ത്. പറഞ്ഞേ, ഡിസ്ട്രിക്ട് ലെവലിൽ ആരാണ്? ജില്ലാ പരിഷത്ത്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് ലെവലിൽ പഞ്ചായത്ത് സമിതി, ഏറ്റവും ബേസ് ലെവലിൽ അല്ലെങ്കിൽ വില്ലേജ് ലെവലിൽ ഏതാണ്? ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ബൽവന്ത്ര മേത്ത കമ്മിറ്റി വിച്ച് ബോഡി ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി? ഞാൻ പറഞ്ഞു 3 ടയർ സിസ്റ്റമാണ്. ബേസ് ലെവൽ മനസ്സിലായി, ആരാ? ഗ്രാമപഞ്ചായത്താണ്. ദെൻ ബ്ലോക്ക് ലെവലിൽ ആരാ? പഞ്ചായത്ത് സമിതിയാണ്. ദെൻ ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ പറയുന്ന ഏതിനെയാണ്? ജില്ലാ പരിഷത്താണ്, ശരിയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏതാണ്? വിച്ച് ബോഡി ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി അക്കോർഡിംഗ് ടു ബൽവന്ത്ര മേത്ത കമ്മിറ്റി റിപ്പോർട്ട്? മനസ്സിലായോ? ഏതായിരിക്കാം എക്സിക്യൂട്ടീവ് ബോഡി? ഏതായിരിക്കാം? യെസ്, പഞ്ചായത്ത് സമിതി. ഏതാണ്? ഗ്രാമപഞ്ചായത്തല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്സിക്യൂട്ടീവ് ബോഡി ഏതെന്ന് പറയുക? പഞ്ചായത്ത് സമിതി എന്നാണ് പറയുക. മനസ്സിലായോ? ദ കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് the panchayat samiti should be the executive body while the zilla parishad should act as the advisory or coordinating and supervisory body. അപ്പോൾ 3 ടയർ ഉണ്ട്: ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ദെൻ ജില്ലാ പരിഷത്ത്. ക്ലിയർ ആണോ? ഇതിൽ
എക്സിക്യൂട്ടീവ് ബോഡി പഞ്ചായത്ത് സമിതി, ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മാത്രമാണ്. ദെൻ അഡ്വൈസറി ബോഡി ഓർ കോർഡിനേറ്റിംഗ് ബോഡി ഓർ സൂപ്പർവൈസറി ബോഡി. അപ്പോൾ സൂപ്പർവൈസ് ചെയ്യുക നമ്മുടെ മേൽത്തട്ടിലുള്ള ആളായിരിക്കുമല്ലോ, അപ്പോൾ അതാരാ? ജില്ലാ പരിഷത്താണ്. കോർഡിനേറ്റിംഗ് ബോഡി ഓർ അഡ്വൈസറി ബോഡി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? യെസ്, വെരി ഗുഡ്, ജില്ലാ പരിഷത്താണ്. ഇനി വിച്ച് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ബേസ്ഡ് ഓൺ ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി റെക്കമെൻഡേഷൻസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു PG ലെവലിലൊക്കെ ചോദിച്ചില്ലെങ്കിൽ ഒത്തിരി LD ലെവലിലൊക്കെ ഒത്തിരി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി? സാധാരണ PSC ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അപ്പോൾ വിച്ച് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്? പറഞ്ഞേ, ഏതായിരിക്കാം? ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ആരായിരിക്കാം? രാജസ്ഥാൻ. നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ? രാജസ്ഥാനാണ്. രാജസ്ഥാൻ വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്. അത് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഒക്ടോബർ. 2 ഒക്ടോബർ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. എന്താ 2 ഒക്ടോബർ പ്രത്യേകത? ഗാന്ധി ജയന്തിയാണ് അല്ലേ? അപ്പോൾ 2 ഒക്ടോബർ 1959, മനസ്സിലായോ? നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് വന്നത്? ഈ നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ്, മനസ്സിലായോ? നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ്, രാജസ്ഥാനിലാണ്, 1959 ഒക്ടോബർ 2 മറക്കില്ലല്ലോ. അപ്പോൾ ബൽവന്ത്രായ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യം വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഏത് ഡിസ്ട്രിക്റ്റിലാടാ? നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ്. മനസ്സിലായോ? എപ്പോഴാണ്? 1959 ഒക്ടോബർ മാസം 2 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത്, വിച്ച് സ്റ്റേറ്റ് വാസ് ദ സെക്കൻഡ് ടു ഇൻട്രൊഡ്യൂസ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ആഫ്റ്റർ രാജസ്ഥാൻ? ആരായിരിക്കാം? അറിയാമോ? ആന്ധ്രാപ്രദേശായിരുന്നു. ആരായിരുന്നു? ആന്ധ്രാപ്രദേശാണ്. മനസ്സിലായോ? അപ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം 1959 തന്നെ വന്നു. പക്ഷേ ആഫ്റ്റർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എവിടുന്ന? രാജസ്ഥാന് ശേഷം. മനസ്സിലായോ? യെസ്, സെക്കൻഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ. ദെൻ ദ ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് recommended the elections for Panchayat Raj bodies at which levels? ഏതൊക്കെ ലെവലിൽ ഇലക്ഷൻ വേണമെന്നാണ് ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്? മനസ്സിലായോ? ക്വസ്റ്റ്യൻ എവിടെയോ ഏതൊക്കെ മേഖലകളിലാണ്? ഡയറക്റ്റ് ഇലക്ഷൻസ് അറ്റ് ഓൾ 3 ലെവൽസ് ആണോ? വില്ലേജ് ലെവൽ ഓൾ ഡയറക്റ്റ് അറ്റ് ഹയർ ലെവൽസ് ആണോ? ഡയറക്റ്റ് അറ്റ് വില്ലേജ് ലെവലും ഇൻഡയറക്റ്റ് അറ്റ് ഹയർ ലെവലാണോ? ഓപ്ഷൻ സി, ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് അറ്റ് ഓൾ ലെവൽസ് ആണോ? നോമിനേഷൻ ആണോ ബൈ ഗവൺമെൻറ്? ആൻസർ ഡയറക്റ്റ് അറ്റ് വില്ലേജ് ലെവൽ. നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ആക്സസ് ഉള്ളത് വില്ലേജ് ലെവലിലാണ്, കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് അറ്റ് വില്ലേജ് ലെവൽ. ദെൻ ഇൻഡയറക്റ്റ് അറ്റ് പഞ്ചായത്ത് സമിതി ആൻഡ് ജില്ലാ പരിഷത്ത്. ക്ലിയർ? ദ കമ്മിറ്റി റെക്കമെൻഡഡ് ഡയറക്റ്റ് ഇലക്ഷൻസ് ഫോർ ഗ്രാമപഞ്ചായത്ത് ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ഫോർ പഞ്ചായത്ത് സമിതി അറ്റ് ബ്ലോക്ക് ആൻഡ് ജില്ലാ പരിഷത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. മറക്കണ്ട, ഡയറക്റ്റ് കാര്യം റിസോഴ്സസ് ഒന്നുമില്ല, ആൾക്കാരെ കണ്ടെത്താനൊക്കെ വളരെ പ്രയാസം, കോർഡിനേറ്റ് ചെയ്യാൻ പ്രയാസം, ഒരു സുഗമമായ ഒരു ട്രാൻസ്പാരൻസി ഉള്ള ഒരു ഇലക്ഷൻ നടത്താൻ പ്രയാസം. ക്ലിയർ ആണോ? യെസ്. ദെൻ വാട്ട് വാസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അക്കോർഡിംഗ് ടു ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി? ബൽവന്ത്രായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ്റെ അധികാര വികേന്ദ്രീകരണം ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ്റെ ബേസിക് യൂണിറ്റ് ഏതെന്നാണ് ചോദിച്ചത്. ഗ്രാമസഭയാണോ? നമ്മൾ ആ ഒരു ആശയത്തെക്കുറിച്ച് പറഞ്ഞു. ദെൻ ബ്ലോക്ക് ഓർ പഞ്ചായത്ത് സമിതിയാണോ? ജില്ലാ പരിഷത്താണോ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണോ? ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയൊക്കെ നമ്മൾ കട്ടയ്ക്ക് എലിമിനേറ്റ് ചെയ്യും അല്ലേ? ശരിയല്ലേ? പിന്നെ ജില്ലാ പരിഷത്താണോ? പറഞ്ഞേ, ഏത് ബേസിക് യൂണിറ്റ്? ബേസിക് യൂണിറ്റ് ഏതാ? നമ്മുടെ ഗ്രാമസഭയോ ഗ്രാമപഞ്ചായത്തോ ഒന്നുമല്ല. ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ബേസിക് യൂണിറ്റ് എന്നുള്ള വേർഡ് എവിടെ ഉപയോഗിച്ചു? ഗ്രാമപഞ്ചായത്തിന് ഞാൻ അവിടെ എന്ത് ചെയ്തു? ഉപയോഗിച്ചിരുന്നു. നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. ഗ്രാമപഞ്ചായത്തിൽ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കമെൻഡേഷൻ ബൽവന്ത്രായ് മേത്ത നടത്തിയത് ഏതാണ്? പഞ്ചായത്ത് സമിതിയാണ്. അതായത് ബ്ലോക്ക് ലെവലാണ്. ഗ്രാമപഞ്ചായത്തല്ല പറഞ്ഞത്. പിന്നെ ഏതാണ്? ബ്ലോക്ക് ഓർ പഞ്ചായത്ത് സമിതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി the committee considered block or represented by the Panchayat Samiti as the basic unit of democratic decentralization and local planning. മനസ്സിലായല്ലോ? ലോക്കൽ പ്ലാൻ എക്സിക്യൂട്ടീവ് ബോഡി എന്നറിയപ്പെടുന്ന, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, എക്സിക്യൂട്ടീവ് ബോഡി എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് സമിതിയാണ് ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി ഇസ് നോട്ട് കറക്റ്റ്? അത് നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഇറ്റ് റെക്കമെൻഡഡ് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം. നോട്ട് കറക്റ്റ് ആണേ. അപ്പോൾ 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് റെക്കമെൻഡ് ചെയ്തത്. ശരിയാണോ? 3 tier ആണ്.
സംശയമൊന്നുമില്ല. ഗ്രാമപഞ്ചായത്ത് അറ്റ് വില്ലേജ് ലെവൽ, ദെൻ പറഞ്ഞേ പഞ്ചായത്ത് സമിതി അറ്റ് ബ്ലോക്ക് ലെവൽ, ജില്ലാ പരിഷത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് സജസ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നിഷൻ ടു പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ പറഞ്ഞു. ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി പറഞ്ഞോ? ഇല്ല, അശോക് മേത്ത തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നതേ ഉള്ളൂ അല്ലേ? യെസ്. ദെൻ ഇറ്റ് എംഫസൈസ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് എംഫസൈസ് ചെയ്തത് പീപ്പിളിൻ്റെ പാർട്ടിസിപ്പേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റിന് പീപ്പിളിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ എംഫസൈസ് ചെയ്ത് പറഞ്ഞു. അതിലാണല്ലോ ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് വന്നതും 3 tier സിസ്റ്റം വന്നതും ഒക്കെ അല്ലേ? ദെൻ ഇറ്റ് സജസ്റ്റഡ് ജില്ലാ പരിഷത്ത് ആയിട്ട് സൂപ്പർവൈസറി ബോഡി. സൂപ്പർവൈസറി ബോഡി ആയിട്ട് നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ബോഡി പഞ്ചായത്ത് സമിതിയാണ്, ദെൻ സൂപ്പർവൈസറി ബോഡി എന്നറിയപ്പെടുന്ന ആരാണ്? ജില്ലാ പരിഷത്താണ്. അഡ്വൈസറി ബോഡിയാണ്, കോർഡിനേറ്റീവ് ബോഡിയാണ്. ശരിയാണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് തെറ്റായിട്ട് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമല്ലേ? 3 tier സിസ്റ്റം കറക്റ്റാണ്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷനാണ് വന്നത്, ജില്ലാ പരിഷത്താണ് സൂപ്പർവൈസറി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ എന്ന കാര്യം മാത്രം എന്തില്ല, കറക്റ്റ് അല്ല അല്ലേ? അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നിട്ടാണ്? അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടാണ്. അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് 1978 അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. ഓക്കെ. ദെൻ വിച്ച് പ്രോഗ്രാം ഷോർട്ട് കമ്മിങ് ലീഡ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട്. നമ്മൾ ഒത്തിരി വട്ടം നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? വളരെ പെട്ടെന്ന് ഈ ബൽബന്ത്രായ് കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ബൽബന്ത്രായ് കമ്മിറ്റിയെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തതിന് കാരണം എന്താണ്? ഏത് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ആൻഡ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953. ഇവർ വിചാരിച്ച അത്ര റിസൾട്ട് ഇതിനില്ല, അതിനെക്കുറിച്ച് പഠിക്കാനാണ്. മനസ്സിലായി? അപ്പോൾ ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് എന്തായിരുന്നു? ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിലും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെ പ്രവർത്തനം നന്നായിട്ട് പോകണമെങ്കിലും പീപ്പിളിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ക്ലിയർ ആണല്ലോ? ദെൻ the term democratic decentralization is closely associated with which committee? ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന വേർഡ് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ടാണ്. മനസ്സിലായല്ലോ? ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾക്കറിയാം 1957 ഇസ് ഓഫൻ കോൾഡ് ദ റിപ്പോർട്ട് ഓൺ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ക്ലിയർ ആണോ? റിപ്പോർട്ട് ഓൺ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട്. മറക്കണ്ട, ദ റിപ്പോർട്ട് ഓൺ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ക്ലിയർ? ദെൻ ഇത്രയാണ് നമ്മൾ ഈ ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. ഞാൻ ഇതിൻ്റെ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയിട്ടില്ല, കാരണം ഒരു പ്രത്യേക കമ്മിറ്റി നിന്നുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തരാൻ സാധ്യത കുറവാണ്. നമ്മൾ എല്ലാ കമ്മിറ്റികളും പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു 10-15 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. കാരണം കണക്റ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചോളെ. മനസ്സിലായോ? ഇന്ന റിപ്പോർട്ട് ഏതാണ്, ഇന്ന റിപ്പോർട്ട് ഇത് തന്നോ, അല്ലെങ്കിൽ യെസ് ഓർ നോ ഓർ ആൻസർ ഓഡ് ആൻഡ് ഔട്ട് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് തെറ്റായിട്ട് ഇത് ശരിയായിട്ട് ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാ റിപ്പോർട്ടും നമ്മൾ പഠിച്ചതിന് ശേഷം ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പ്രത്യേകിച്ചും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ പക്ക ഫാക്റ്റാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറയണേ. 1957 നിങ്ങൾക്കറിയാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ആൻഡ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഇതിൻ്റെ പ്രവർത്തനം അത്ര നല്ലതായിട്ട് തോന്നിയില്ല ഗവൺമെൻറ്റിന്. സോ ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ബോത്ത് എയിം ടു പ്രൊമോട്ട് ലോക്കൽ ഡെവലപ്മെൻറ്റ് ത്രൂ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഹവർ ദീസ് പ്രോഗ്രാംസ് ഡിഡ്ന്റ് അച്ചീവ് എക്സ്പെക്റ്റഡ് റിസൾട്ട് ബിക്കോസ് ദർ വാസ് നോ പ്രോപ്പർ ലോക്കൽ ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. കാരണം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവണമെങ്കിൽ ലോക്കൽ ലെവലിലെ എന്ത് ചെയ്യണം? ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ലോക്കൽ ലെവലിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇല്ല. സോ ഇതിനു വേണ്ടി ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദം. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഹെൻസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി ഇൻ ജാനുവരി 1957. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു എക്സാമിൻ വൈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫെയിൽഡ് ആൻഡ് ടു സജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഡെവലപ്മെൻറ്റ്. ആണല്ലോ? ഡെവലപ്മെൻറ്റിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അല്ലേ? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്തുകൊണ്ട് ഫെയിലായി? നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര കണ്ട് എന്തുകൊണ്ട് മെച്ചപ്പെട്ടില്ല? മനസ്സിലായോ? ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. 1957 ജനുവരിയിലാണ്. ദെൻ മെയിൻ റെക്കമെൻഡേഷൻ ഒന്ന്
3-tier സിസ്റ്റമാണ് പഞ്ചായത്ത് രാജ്. നമ്മൾ ഒത്തിരി വട്ടം പഠിച്ചതാണ്. ഗ്രാമപഞ്ചായത്ത് അറ്റ് വില്ലേജ് ലെവൽ, പഞ്ചായത്ത് സമിതി അറ്റ് ബ്ലോക്ക് ലെവൽ, ജില്ലാ പരിഷത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഇനി ഡെവല്യൂഷൻ ഓഫ് പവറിനെ കുറിച്ച് അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞ ലോക്കൽ അതോറിറ്റി വേണം, ലോക്കൽ പ്ലാനിങ് വേണം. പവറിൻ്റെ ഡിവല്യൂഷനെ കുറിച്ച് അവരെന്താ പറഞ്ഞത്? ലോക്കൽ പ്ലാനിങ് വേണം. മനസ്സിലായോ? അപ്പോൾ ഗിവ് റിയൽ അതോറിറ്റി to local bodies to plan and implement development schemes. അദ്ദേഹം പറഞ്ഞത് 3 ടയർ ഉണ്ട്. അതിൽ പഞ്ചായത്ത് സമിതിയാണ് എക്സിക്യൂട്ടീവ് ബോഡി. പഞ്ചായത്ത് സമിതി തന്നെയാണ് ബേസിക് യൂണിറ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് ഉണ്ട് എങ്കിൽ അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത അതാണ്. പിന്നെ ജില്ലാ പരിഷത്ത് ഒരു അഡ്വൈസറി ബോഡിയാണ്, ഒരു എക്സിക്യൂട്ടീവ് ബോഡി, ഒരു അഡ്വൈസറി ബോഡിയാണ്, ഒരു കോർഡിനേറ്റിംഗ് ബോഡിയാണ്, ഒരു സൂപ്പർവൈസറി ബോഡിയാണ്. നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. മനസ്സിലായോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? അനി പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം വില്ലേജ് അപ്വേർഡ്സ് ആണ് അവർ റെക്കമെൻഡ് ചെയ്തത്. ദെൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്രോച്ച്, പ്രത്യേകിച്ചും ബൽബന്ദ്ര മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അപ്രോച്ച് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടം അപ്പ് അപ്രോച്ചാണ്, അല്ലേ? താഴെക്കിടയിൽ നിന്നുള്ള വികസനമാണ് അവർ പ്ലാൻ ചെയ്തത്. ഇനി ഔട്ട്കം, രാജസ്ഥാൻ ആദ്യത്തെ സ്റ്റേറ്റായി, അല്ലേ? 2 ഒക്ടോബർ 1959 പഞ്ചായത്ത് രാജ് വന്നു. നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ആന്ധ്രാപ്രദേശ് സെക്കൻഡ് ആയിരുന്നു. മനസ്സിലായോ? ദെൻ ക്ലിയർ ആണല്ലോ? യെസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ദിസ് കമ്മിറ്റി ഇസ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്ത് സ്ട്രക്ചർ സ്റ്റിൽ ഫോളോഡ് ടുഡേ വിത്ത് മൈനർ മോഡിഫിക്കേഷൻസ് ഓർ മേജർ മോഡിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ബൽബന്ദ്ര മേത്ത എന്ന് പറയും, അല്ലേ? യെസ്. ഇനി അശോക് മേത്ത കമ്മിറ്റി 1977 and 78. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഓർഡർ ഔട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു, അല്ലേ? ഏതാണ് തെറ്റെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാം. കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കമെൻഡേഷൻ വേണമെന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ആദ്യമായിട്ട് പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു ക്ലൂ തന്നിരുന്നു. ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമുക്കവിടെ, അല്ലേ? അപ്പോൾ ആ അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ബൽബന്ദ്ര മേത്ത കമ്മിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ക്ലാസ്സും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് കൂടുതലേക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ദെൻ അശോക് മേത്ത കമ്മിറ്റി 1977-78 നിങ്ങൾക്കറിയാം. അത് അശോക് മേത്ത കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ എപ്പോഴായിരിക്കാം? 1977 ആയിരിക്കാം, അല്ലേ? യെസ്. ജനതാ ഗവൺമെൻറ്റാണ്, മറക്കണ്ട. ജനതാ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഡിസംബർ 1977 ആണ്. എന്തിന് അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ടു സ്ട്രെങ്തൻ ഇറ്റ്. അശോക് മേത്ത കമ്മിറ്റി എന്തിനു വന്നു? എന്തിനാ ബൽബന്ദ്ര മേത്ത കമ്മിറ്റി റിപ്പോർട്ട് വന്നേ? നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിനെ കുറിച്ചും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടി. അപ്പോൾ അവർ മനസ്സിലാക്കി അത്ര നല്ലതായിട്ട് പോകുന്നില്ല. ലോക്കൽ ലെവലിൽ അഡ്മിനിസ്ട്രേഷൻ വേണം, ലോക്കൽ ലെവലിൽ പ്ലാനിങ് വേണം, ലോക്കൽ ലെവലിൽ ഇംപ്ലിമെൻറ്റേഷൻ വേണം. അങ്ങനെ ലോക്കൽ പാർട്ടിസിപ്പേഷനെ കുറിച്ച് പറഞ്ഞ കമ്മിറ്റി റിപ്പോർട്ടാണ് ബൽബന്ദ്ര. അപ്പോൾ എന്തിനാണ് അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ. എന്തിനാണ്? ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ? വർക്കിംഗ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇനി അശോക് മേത്ത കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തു. വിച്ച് ടൈപ്പ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് അപ്പോൾ റെക്കമെൻഡ് ചെയ്തത്? വിച്ച് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ വിച്ച് ടയർ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് അശോക് മേത്ത റെക്കമെൻഡ് ചെയ്തത്? ആർക്കും പറയാമോ? 1 ടയർ ആണോ, 2 ടയർ ആണോ, 3 ആണോ? പറഞ്ഞേ. 2 ആണ്, അല്ലേ? യെസ്. ബൽബന്ദ്ര മേത്ത 3 മറക്കണ്ട. ഏതൊക്കെ? ഗ്രാമപഞ്ചായത്ത് അറ്റ് വില്ലേജ്, പഞ്ചായത്ത് സമിതി അറ്റ് ബ്ലോക്ക്, ജില്ലാ പരിഷത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. എന്നാൽ നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് 2 ടയർ സിസ്റ്റമാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ആ 2 ടയർ സിസ്റ്റം? വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, ബേസ് ലെവലിൽ മണ്ഡൽ പഞ്ചായത്ത്, ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ചേർന്നതിനെയാണ് നമ്മൾ മണ്ഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് മണ്ഡൽ പഞ്ചായത്ത്? രണ്ടാമത്തെ, അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ അവർ ബ്ലോക്കിലുള്ള അടുത്ത് മാറ്റിക്കളഞ്ഞു. നമ്മൾ ബൽബന്ദ്ര മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരുന്നു, പിന്നെ പഞ്ചായത്ത് സമിതി അറ്റ് ബ്ലോക്ക് ലെവൽ അവരത് മാറ്റി. പകരം അവർ മണ്ഡൽ പഞ്ചായത്ത് തന്നെ നിർത്തി. ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ചേർന്നിട്ട് ഒരു മണ്ഡൽ പഞ്ചായത്ത്. മനസ്സിലായോ? ടോപ്പ് ലെവൽ ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പരിഷത്ത്, മറക്കണ്ട. ക്ലിയർ? അപ്പോൾ മണ്ഡൽ പഞ്ചായത്ത് ആരാണ്? അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട്.
Then, according to Ashok Mehta Committee, which board should be the executive authority? മണ്ഡൽ പഞ്ചായത്താണോ ഓർ ജില്ലാ പരിഷത്താണോ? ആരായിരിക്കാം ഒന്ന് ഓർത്ത് നോക്കിയേ, ആരായിരിക്കാം പറഞ്ഞേ? ജില്ലാ പരിഷത്താണ് അല്ലേ? അല്ലേ, ഗ്രൂപ്പ് ഓഫ് വില്ലേജ് ചേരുമ്പോൾ മണ്ഡൽ പഞ്ചായത്ത് ഉണ്ടാവും. അപ്പോൾ മണ്ഡൽ പഞ്ചായത്ത് എന്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവർക്ക് ഇന്ന നീഡൊക്കെ അവർ പറയുള്ളൂ. ആ നീഡ് എന്ത് ചെയ്യും? ജില്ലാ പരിഷത്തിന് കൊടുക്കും. ജില്ലാ പരിഷത്ത് അതിന് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ദ കമ്മിറ്റി റെക്കമെൻഡ് ദാറ്റ് ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് അതോറിറ്റി. മനസ്സിലായോ? സംശയമുണ്ടോ? ഡിസ്ട്രിക്ട് ലെവലിലാണ് ജില്ലാ പരിഷത്ത്. സോ എക്സിക്യൂട്ടീവ് അതോറിറ്റി അവിടെ ആരാണ്? ജില്ലാ പരിഷത്താണ്. അവിടെ ആരൊക്കെയുണ്ട്? ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പരിഷത്തുണ്ട്. ദെൻ വില്ലേജ് ലെവലിൽ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ഉൾപ്പെട്ട എന്താ പറയുക പേര്? മണ്ഡൽ പഞ്ചായത്ത്. പറഞ്ഞേ, മണ്ഡൽ പഞ്ചായത്ത്. ആരാ റെക്കമെൻഡ് ചെയ്ത്? അശോക് മേത്ത. ദെൻ അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ദാറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഷുഡ് എന്താ റെക്കമെൻഡ് ചെയ്തത്? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യണം? സ്റ്റേ അവേ ഫ്രം പഞ്ചായത്ത് രാജ് ഇലക്ഷൻ ആണോ? ബി ഇൻവോൾവ്ഡ് ഇൻ പഞ്ചായത്ത് രാജ് ഇലക്ഷൻസ് ആണോ? നോമിനേറ്റ് മെമ്പേഴ്സ് ടു പഞ്ചായത്ത് ആണോ? കൺട്രോൾ പഞ്ചായത്ത് ഡയറക്റ്റ്ലി ആണോ? നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇൻവോൾവ് ചെയ്യണം. പഞ്ചായത്ത് രാജ് ഇലക്ഷൻസിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യണം. ഷുഡ് പാർട്ടിസിപ്പേറ്റ്. ക്ലിയർ ആണോ? ദെൻ അക്കോർഡിംഗ് ടു അശോക് മേത്ത കമ്മിറ്റി ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഷുഡ് ബി ഗിവൺ. അശോക് മേത്ത കമ്മിറ്റിയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഷുഡ് ബി ഗിവൺ. ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് വേണോ? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് വേണോ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റസ് വേണോ? ജുഡീഷ്യൽ സ്റ്റാറ്റസ് വേണോ? ഏത് സ്റ്റാറ്റസ് വേണോ എന്നാണ് അശോക് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്? നിങ്ങൾക്ക് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് വേണം എന്ന് അവരെന്ത് ചെയ്തു? റെക്കമെൻഡ് ചെയ്തു. നടപ്പായില്ല, റെക്കമെൻഡ് ചെയ്തു. ദ ഫസ്റ്റ് കമ്മിറ്റി ടു റെക്കമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ടു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അശോക് മേത്തയാണ്. എന്തിനു വേണ്ടി? ടു എൻഷുർ ദെയർ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുക? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? സാധാരണയല്ല, ഭയങ്കര പവറുള്ള സാധനം ആണല്ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അതേ രീതിക്ക് നടപ്പിലാക്കണം. അത് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ ഒക്കെ സമീപിക്കാം. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ തന്നെ വേണം, എങ്കിൽ മാത്രമേ ലോക്കൽ ലെവൽ പ്ലാനിങ് അടിപൊളിയായിട്ട് നടക്കൂ എന്ന് പറഞ്ഞ ആളാരാണ്? അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടാണ്. ക്ലിയർ? ദെൻ ദ അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഇൻക്ലൂഷൻ ഓഫ് അശോക് മേത്ത കമ്മിറ്റി താഴെ പറയുന്ന എന്തോ ഒന്നിൻ്റെ ഇൻക്ലൂഷനെ കുറിച്ച് പറഞ്ഞു. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണോ? നായബ് പഞ്ചായത്താണോ? സോഷ്യൽ ഓഡിറ്റ് കമ്മിറ്റിയാണോ? ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയാണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അത് പരിധി ക്വസ്റ്റ്യനും വരും ഈ ടോപ്പിക് സിലബസിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട്. പറഞ്ഞേ, അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഏത് താഴെ പറഞ്ഞ ഏത് ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഏത് ഉൾപ്പെടുത്തണം? ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ പോയത് ഏത് കമ്മിറ്റി റിപ്പോർട്ടാണ്? അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടാണ്. ക്ലിയർ ആണല്ലോ? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ മറക്കണ്ട. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റി 1977-78 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് റെക്കമെൻഡ് ചെയ്തു. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തു. മറക്കണ്ട. ഇനി വാട്ട് വാസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അക്കോർഡിംഗ് ടു അശോക് മേത്ത കമ്മിറ്റി? ഏതാ ബേസിക് യൂണിറ്റ്? ഏതായിരിക്കാം? പറഞ്ഞ എല്ലാവരും വില്ലേജ് ആണോ, ബ്ലോക്കാണോ, മണ്ഡലാണോ, വാർഡാണോ? ഒന്നും പറയാനില്ല, മണ്ഡലാണ് അല്ലേ? യെസ്. അപ്പോൾ മണ്ഡൽ പഞ്ചായത്താണ് ബേസിക് യൂണിറ്റ്. ബൽവന്ത് മേത്ത കമ്മിറ്റിയിൽ പഞ്ചായത്ത് സമിതി അല്ലേ? എക്സിക്യൂട്ടീവ് ബോഡി പഞ്ചായത്ത് സമിതി, സൂപ്പർവൈസറി ബോഡി ജില്ലാ പരിഷത്ത്. ഇവിടെ എക്സിക്യൂട്ടീവ് ബോഡി ജില്ലാ പരിഷത്ത്. ബേസിക് യൂണിറ്റ് ഏതാണ്? മണ്ഡൽ പഞ്ചായത്ത്. ഞാൻ പറഞ്ഞു മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ്. അവിടെ 15,000 മുതൽ, അതായത് 15,000 to 20,000 പീപ്പിൾ ഉൾപ്പെട്ട ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ഉൾപ്പെട്ട പഞ്ചായത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മണ്ഡൽ. അപ്പോൾ ബേസിക് യൂണിറ്റ് ഏതാണ്? മണ്ഡൽ പഞ്ചായത്ത്. ഓക്കെ. ഇനി വിച്ച് സ്റ്റേറ്റ് ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് അശോക് മേത്ത കമ്മിറ്റി? ബൽവന്ത് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഫോളോ ചെയ്തിട്ട് ആദ്യം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? രാജസ്ഥാനാണ്. ശരിയാണല്ലോ? അപ്പോൾ അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് റെക്കമെൻഡേഷൻ പ്രകാരം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമുണ്ട്, കർണാടക, രാജസ്ഥാൻ, ഗുജറാത്ത്. എവിടെയായിരിക്കാം? കർണാടകയിലാണ്. എവിടെയാണ്? കർണാടകയിലാണ്. എവിടെയാടാ? കർണാടക. മനസ്സിലായോ? സംശയമുണ്ടോ? യെസ്. ദെൻ അക്കോർഡിംഗ് ടു അശോക് മേത്ത കമ്മിറ്റി
പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ്. അശോക് മെഹ്ത്ത കമ്മിറ്റി പ്രകാരം എന്താണ്? ജുഡീഷ്യൽ പവർ വേണോ? പവർ ടു ലിവ് ടാക്സ് ആണോ? ഒൺലി അഡ്വൈസറി റോൾ മതിയോ? നോ പവർ ഓഫ് പ്ലാനിങ് ആണോ? ഏതാ? അശോക് മെഹ്ത്ത കമ്മിറ്റി ഒരു ജുഡീഷ്യൽ, ഒരു സെക്കൻഡേ, ഷുഡ് ഹാവ്. ഓക്കെ നമ്മൾ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ നടത്തിയതാരാണ്? അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണല്ലോ ഒരു നമുക്ക് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടാണല്ലോ നമുക്ക് എന്ത് വേണ്ടേ? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണ്ടേ? അപ്പോൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന് സാമ്പത്തികം വേണമെങ്കിൽ, ഇൻകം വേണമെങ്കിൽ എന്ത് വേണം? പവർ ടു ലിവ് ടാക്സസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യാം, ഇൻകത്തിന് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യാം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? അശോക് മെഹ്ത്ത കമ്മിറ്റി റിപ്പോർട്ടാണ്. ദ കമ്മിറ്റി റെക്കമെൻഡ് ദാറ്റ് ലോക്കൽ ബോഡീസ് ഷുഡ് ബി എംപവേർഡ് ടു റൈസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബൈ ലേവിംഗ് ടാക്സ്, ഡ്യൂട്ടീസ്, ടോൾ ആൻഡ് ഫീ. അങ്ങനെ ആദ്യം റെക്കമെൻഡ് ചെയ്തു. SFC റെക്കമെൻഡ് ചെയ്തത്, ഒരു ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ പ്രവർത്തിക്കണമെങ്കിൽ ഫണ്ട് വേണം. ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി എന്താ? ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഫണ്ട് വേണമെങ്കിൽ എന്ത് വേണം? ടാക്സ് വേണം, ടാക്സ് കളക്ട് ചെയ്യണം. ശരിയാണല്ലോ? സംശയമുണ്ടോ? യെസ്. അപ്പോൾ ഈ ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ തന്നെ, ലോക്കൽ ബോഡീസിന് ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ തന്നെ അതൊരു പെർമിഷൻ വേണം. അങ്ങനെ ഒരു ഐഡിയ വേണം. ആ ഐഡിയ ആദ്യം കൊടുത്ത ആൾ ആരാണ്ട? ഈ അശോക് മെഹ്ത്ത കമ്മിറ്റി റിപ്പോർട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അശോക് മെഹ്ത്ത കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. 1977-78 ആണ്. ബിക്കോസ് ഇത് ഉണ്ടാവാൻ ഇടയായ സാഹചര്യം 1970 പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ബിക്കം വീക്ക് ആൻഡ് ഇൻഎഫക്റ്റീവ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. ഞാൻ പറഞ്ഞു ഫണ്ടിൻ്റെ ലാക്ക് അല്ലേ? അതുകൊണ്ടാണ് അധികം SFC പറഞ്ഞു, ടാക്സ് ലിവ് ചെയ്യണമെന്ന് പറഞ്ഞു, ആണല്ലോ. പിന്നെ ഇറഗുലർ ഇലക്ഷൻസ് നടക്കാതെ പോയി. പറഞ്ഞു എന്താണ്? ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു എന്താണ്? ഡയറക്റ്റ് ഇലക്ഷൻ വില്ലേജ് ലെവലിൽ വേണം, ഇൻഡയറക്റ്റ് ഇലക്ഷൻ പഞ്ചായത്ത് സമിതിയിലും ജില്ലാ പരിഷത്തും വേണം. പക്ഷേ ഇറഗുലർ ഇലക്ഷൻസ് ഉണ്ടായി, പിന്നെ നടക്കാതെ പോയി, പിന്നെ പൊളിറ്റിക്കൽ ഇൻഡിഫറൻസ് ഉണ്ടായി. അപ്പോൾ അതിനെയൊക്കെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ജനതാ ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ദ അശോക് മെഹ്ത്ത കമ്മിറ്റി ഇൻ ഡിസംബർ 1977. അതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. മെയിൻ റെക്കമെൻഡേഷൻ നിങ്ങൾക്കറിയാം, ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പരിഷത്ത് വേണം, ദെൻ മണ്ഡൽ പഞ്ചായത്ത് ലോവർ ലെവൽ വേണം. മണ്ഡൽ പഞ്ചായത്ത് എന്തെന്നൊക്കെ മനസ്സിലാക്കി. പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് ബി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് പഞ്ചായത്ത് ഇലക്ഷൻസ് അദ്ദേഹം പറഞ്ഞു. ദെൻ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ടു ബി മെയ്ഡ് കമ്പൾസറി. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ജില്ലാ പരിഷത്തിലാണ് പ്ലാനിംഗ് നടക്കുക, എക്സിക്യൂട്ടീവ് ബോഡി ഇതൊക്കെ ജില്ലാ പരിഷത്തിലാണ്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് വേണം എന്ന് പറഞ്ഞു. ദെൻ റെഗുലർ ആൻഡ് കമ്പൾസറി സോഷ്യൽ ഓഡിറ്റ് വേണമെന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി ടു പ്രിവെന്റ് മിസ്യൂസ് ഓഫ് ഫണ്ട്. എന്താണ് റെഗുലർ ആൻഡ് കമ്പൾസറി സോഷ്യൽ ഓഡിറ്റ്? റെഗുലർ ആൻഡ് കമ്പൽസറി സോഷ്യൽ ടു പ്രിവെന്റ് മിസ്യൂസ് ഓഫ് ഫണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ദെൻ റിസർവേഷൻ ഓഫ് SC, ST ആൻഡ് വിമൺ ഇൻ പഞ്ചായത്ത് രാജ് ബോഡി. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, റെക്കമെൻഡ് ചെയ്തു. SCക്കും STക്കും വിമണിനൊക്കെ എന്ത് വേണം? പഞ്ചായത്ത് ബോഡീസിൽ എന്ത് വേണം? റിസർവേഷൻ വേണം. പിന്നെ ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമി വേണം ലോക്കൽ ബോഡീസിന്. മനസ്സിലായോ? ലോക്കൽ ബോഡീസിന് ഒരു ഫിനാൻഷ്യൽ ഓട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ടാക്സ് ലിവ് ചെയ്യാനൊക്കെ അധികാരം കൊടുക്കണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തത്. മനസ്സിലായോ? ഇനി ന്യായ പഞ്ചായത്ത്, ലോക്കൽ ജുഡീഷ്യൽ ബോഡീസ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സെറ്റിലിംഗ് മൈനർ ഡിസ്പ്യൂട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മൈനർ ഡിസ്പ്യൂട്ട്? ഞാൻ ക്വസ്റ്റ്യനിൽ ഇത് ക്വസ്റ്റ്യൻ ഇട്ടില്ല, നിങ്ങൾ ഓർക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്. മൈനർ ഡിസ്പ്യൂട്ടുകൾ എന്താ ലോക്കലി തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ജുഡീഷ്യൽ ബോഡീസ് ഉണ്ടാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു. ആര്? അശോക് മെഹ്ത്ത. ആ ലോക്കൽ ജുഡീഷ്യൽ ബോഡീസിനെ പറയുന്ന പേരാണ് ന്യായ പഞ്ചായത്ത്. പറഞ്ഞേ, ന്യായ പഞ്ചായത്ത്. അപ്പോൾ 1977-78 ആണ്. ജില്ല, മണ്ഡൽ, ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻവോൾവ്മെൻറ്റ് വേണം, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് വേണം, റെഗുലർ ആൻഡ് കമ്പൾസറി സോഷ്യൽ ഓഡിറ്റ് വേണം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ വേണം, SCക്കും STക്കും ഒക്കെ വിമണിനും ഒക്കെ പഞ്ചായത്ത് രാജിൽ റിസർവേഷൻ വേണം. പിന്നെ ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമി വേണം. അത് ലോക്കൽ ബോഡീസിന് ഫിനാൻസ് കണ്ടെത്താൻ പറ്റണം, ഫണ്ട് കണ്ടെത്താൻ പറ്റണം. പിന്നെ ലോക്കൽ ഡിസ്പ്യൂട്ടൊക്കെ, മൈനർ ഡിസ്പ്യൂട്ടൊക്കെ ലോക്കൽ ലെവലിൽ തന്നെ എന്ത് ചെയ്യണം? പരിഹരിക്കണം. അതിനെ ലോക്കൽ ജുഡീഷ്യൽ ബോഡീസ് വേണം. അതിനെ വിളിക്കുന്ന പേരാണ് ന്യായ പഞ്ചായത്ത്. ക്ലിയർ ആണോ? അടുത്ത് GVK റാവു കമ്മിറ്റി 1985. അപ്പോൾ ബൽവന്ത് റായ് മറക്കണ്ട 57, അശോക് മെഹ്ത്ത 1977-78, 77 ഡിസംബറിലാണ് വന്നത്. അപ്പോൾ ദെൻ GVK റാവു 1985.
ക്ലിയർ? ഇപ്പോൾ GVK Rao കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഇൻ വിച്ച് ഇയർ? 1985. സംശയമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ദ പ്ലാനിംഗ് കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ആരാടാ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദെൻ നമ്മുടെ മറ്റേ കമ്മിറ്റി ഉണ്ടല്ലോ, ഞാൻ മറന്നല്ലോ, ഏതായിരുന്നു? നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി. സോറി അശോക് മേത്ത കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ആരാ? ജനതാ ഗവൺമെൻറ് ആയിരുന്നു അല്ലേ? കാര്യം എന്തിനാണെന്ന് മനസ്സിലായി. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെയും അതുപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും ഒരു പ്രവർത്തനം മികവ് ഇല്ലാത്തതുകൊണ്ട് അല്ലേ. ഇനി ജനതാ ഗവൺമെൻറ് 1977 എന്താ അപ്പോയിൻറ്റ് ചെയ്യാൻ കാരണം? എന്താ കാരണം? അന്ന് നിങ്ങൾക്കറിയാം, റെഗുലർ ഇലക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, ഫണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു? അതിനൊന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയാണല്ലോ? എന്നാൽ 1985 വന്ന GVK Rao കമ്മിറ്റി എന്തിനാ അപ്പോയിൻറ്റ് ചെയ്തതെന്ന് ആരാ അപ്പോയിൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. GVK Rao കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. മറക്കണ്ട, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ക്ലിയർ ആണോ? എന്തിനാണ് ചോദിച്ചത്? GVK Rao പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. മനസ്സിലായോ? യെസ്, അത് കണക്ട് ചെയ്യുക. പ്ലാൻ ചെയ്യുന്ന റാവു. മനസ്സിലായോ? അങ്ങനെ കണക്ട് ചെയ്യുക. ദെൻ ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് ദ GVK Rao കമ്മിറ്റി ഇൻ 1985 ടു റിവ്യൂ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ്. മനസ്സിലായോ? പ്രോഗ്രാംസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണേ, നോക്കൂ. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റും. മനസ്സിലായോ? ദെൻ എങ്ങനെ പോവർട്ടി അലിവേറ്റ് ചെയ്യാം, ഈ ആശയങ്ങളൊക്കെ വെച്ചിട്ട് പ്ലാനിംഗ് കമ്മീഷൻ 1985 അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ് GVK Rao കമ്മിറ്റി. ചെയർമാൻ നിങ്ങൾക്കറിയാം ആരാണ്? GVK Rao അല്ലേ? ഹു വാസ് ദ ചെയർമാൻ? ദെൻ GVK Rao, അതിനെക്കുറിച്ചൊന്നുമില്ല. ദ മെയിൻ ഒബ്ജക്റ്റീവ് GVK Rao കമ്മിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ്? റിവ്യൂ റൂറൽ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് അല്ലേ? ശരിയല്ലേ? നോക്കാം. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു? റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ നടപ്പിലാക്കി എന്ത് വേണോടാ? ഒരു ഡെവലപ്മെൻറ്റ് ഓർ പോവർട്ടിയൊക്കെ അലിവേറ്റ് ചെയ്ത് ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തണം. മനസ്സിലായോ? എന്ന് സജസ്റ്റ് ചെയ്ത കമ്മിറ്റിയാണ് GVK Rao കമ്മിറ്റി. റിവ്യൂ റൂറൽ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്. മനസ്സിലായോ? നോക്കൂ, ഇറ്റ്സ് പർപ്പസ് വാസ് ടു എക്സാമിൻ ഹൗ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വിയർ ബീയിങ് അഡ്മിനിസ്ട്രേറ്റഡ് and to make them more effective through decentralization and local participation. Then, which of the following was the key recommendation of GVK Rao committee? മനസ്സിലായോ? which of the following was the key recommendation? ഏതൊക്കെയാണ്? പഞ്ചായത്ത് രാജ് ഷുഡ് ബി അബോളിഷ് ചെയ്യണോ? ബ്യൂറോക്രസി ഷുഡ് ലീഡ് ടു റൂറൽ ഡെവലപ്മെന്റ് ആണോ? ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ പ്രിൻസിപ്പൽ ബോഡി ഓഫ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആണോ? ഓൾ പവേഴ്സ് ടു ബി സെൻട്രലൈസ്ഡ് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ തന്നെ അവിടെ എന്താ? മനസ്സിലായി? ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ പ്രിൻസിപ്പൽ ബോഡി ഫോർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ്? പ്ലാനിങ്ങിനും ഡെവലപ്മെന്റിനും ആര് തന്നെ വേണം? ജില്ലാ പരിഷത്ത് തന്നെ വേണം. മനസ്സിലായോ? അപ്പോൾ GVK Rao കമ്മിറ്റി പറഞ്ഞതാണ് ഏതാണ്? ദ കമ്മിറ്റി എംഫസൈസ്ഡ് ദാറ്റ് ജില്ലാ പരിഷത്ത് ഷുഡ് ബിക്കം ദ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് റൂറൽ ലോക്കൽ ഡെവലപ്മെന്റ്. മനസ്സിലായോ? സംശയമുണ്ടോ? അങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയൊക്കെ വരുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റിലാണ് ജില്ലാ പരിഷത്ത്. അപ്പോൾ ഈ GVK Rao കമ്മിറ്റിയാണ് എന്ത് പറഞ്ഞത്? GVK Rao കമ്മിറ്റിയാണ് പറഞ്ഞത് ജില്ലാ പരിഷത്താണ് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്ലാനിംഗ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. മനസ്സിലായോ? ജില്ലാ പരിഷത്ത്. അങ്ങനെയാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയൊക്കെ വരുന്നത്. GVK Rao കമ്മിറ്റി എംഫസൈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഏതാണ്? ബ്യൂറോക്രാറ്റിക് പ്ലാനിംഗ് ആണോ? ഡിസ്ട്രിക്ട് ലെവൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണോ? ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഏതാണ്? ഡിസ്ട്രിക്ട് ലെവൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അല്ലേ? അതിന് വേണ്ടിയിട്ട് ജില്ലാ പരിഷത്താണ് പ്ലാൻ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. റൂറൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ പ്ലാൻ ചെയ്യുക ആരാണ്? ഡിസ്ട്രിക്ട് ലെവൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. ദ GVK Rao കമ്മിറ്റി റെക്കമെൻഡഡ് ദ പോസ്റ്റ് ഓഫ് ഏതായിരിക്കാം? ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റിനാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ആരായിരിക്കാം? ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ, DDC. ക്ലിയർ ആണോ? GVK Rao കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത പോസ്റ്റ് ഏതാടാ? ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ. മനസ്സിലായോ? സംശയമുണ്ടോ? ഡിസ്ട്രിക്ട് ലെവലിലെ പ്ലാനിംഗ് ആണ് അവർ കൂടുതൽ എംഫസൈസ് ചെയ്തത്, ജില്ലാ പരിഷത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ അവിടെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ വേണം.
Then, according to GVK Rao committee, who should be the chairman of Zilla Parishad? Clear? ഏതാണ് ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാൻ ആരാണ്? GVK റാവു കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എന്താണ് പ്രധാനപ്പെട്ട ഈ ഒരു ക്വസ്റ്റ്യനിലൊരു ഇതുണ്ട്. അതായത് ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്ന ആളും ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യണേ. ഈ ക്വസ്റ്റ്യൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഞാൻ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഒരു കാര്യം ചെയർമാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഇത് രണ്ടും രണ്ട് രീതിക്കാണ് പോവുക. ഓക്കെ, അത് സാറ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാനത് ആ സ്ലൈഡ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്, പക്ഷേ അത് പോയില്ല. ദ റെക്കമെൻഡേഷൻസ് ഓഫ് GVK റാവു കമ്മിറ്റി ലേറ്റർ ഇൻഫ്ലുവൻസ് വിച്ച് മേജർ ഡെവലപ്മെൻറ്റ്? അതായത് GVK റാവു കമ്മിറ്റി കൂടുതൽ എംഫസൈസ് ചെയ്ത ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിനാണ്. ഡിസ്ട്രിക്ട് ലെവലിൽ പ്ലാനിങ് വേണം, മോണിറ്റർ ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു, ജില്ലാ പരിഷത്ത് ലെവലിൽ. സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറൊക്കെ ഒരു പ്രധാന ഓഫീസറാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് ദ റെക്കമെൻഡേഷൻ ഓഫ് GVK റാവു കമ്മിറ്റി ലേറ്റർ ഇൻഫ്ലുവൻസ് വിച്ച് മേജർ ഡെവലപ്മെൻറ്റ് ഏതായിരിക്കാം? നാഷണൽ എമർജൻസി ആണോ, ഇലക്ഷൻ കമ്മീഷനാണോ, IRDPയുടെ ലോഞ്ചാണോ, ഏതാണ്? നമുക്കറിയാം അല്ലേ, പഞ്ചായത്ത് രാജിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി നൽകാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയ അമെൻമെൻ്റാണ് 73rd അമെൻമെൻറ്റ് അല്ലേ. അപ്പോൾ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഉണ്ടാകുന്നതിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? GVK റാവു കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ ദ കമ്മിറ്റി എംഫസൈസ് ഓൺ institutionalized decentralization and empowered local bodies directly inspired reform that lead to the 73rd constitutional amendment giving constitutional status to panchayat അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് അശോക് മേത്ത കമ്മിറ്റി തൊട്ടേ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിലും അതിന് ആ സ്റ്റാറ്റസ് ഒക്കെ ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നാലേ സ്റ്റാറ്റസ് ആവുള്ളൂ. അപ്പോൾ അതിനൊരു അമെൻമെൻറ്റ് വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യണം. ഇത് ഉൾപ്പെടുത്തണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യണം. ആ അമെൻമെൻറ്റ് ഏതായിരുന്നു? 1992 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ്. ഇനി GVK റാവു കമ്മിറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയുകയാണെ. 1985 ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാനിംഗ് ആണ് അവർ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് അല്ലേ. ഡിസ്ട്രിക്ട് ഷുഡ് ബി ദ ബേസിക് യൂണിറ്റ് ഓഫ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ജില്ലാ പരിഷത്ത് ബിക്കം ദ പ്രിൻസിപ്പൽ ബോഡിയാണ്, പ്രൈമറി ബോഡിയാണ് നമ്മൾ പറഞ്ഞു. ദെൻ ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസി ഷുഡ് ബി ബ്രോട്ട് അണ്ടർ ജില്ലാ പരിഷത്ത് കൺട്രോൾ അല്ലേ. ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസീസ് പറഞ്ഞേ, ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസി അദ്ദേഹം പറഞ്ഞ ഒരു ആശയമാണ് ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസീസ്. ഇത് ബ്രോട്ട് അണ്ടർ ജില്ലാ പരിഷത്ത് കൺട്രോളാണ്. പിന്നെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ബ്യൂറോക്രാറ്റ് അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് പീപ്പിൾസ് ഓർ ബ്യൂറോക്രാറ്റ് ഷുഡ് ആക്ട് അഡ്വൈസേഴ്സ് നോട്ട് എസ് ഡിസിഷൻ മേക്കർ. ക്ലിയർ? അദ്ദേഹം പറഞ്ഞതാണ് എന്താണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് മാത്രം ആയാൽ മതി, അഡ്വൈസേഴ്സ് മാത്രം ആയാൽ മതി. മനസ്സിലായോ? പിന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു കീ എഫക്റ്റീവ് ആർംസിന് വേണ്ടി ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസ് BDOമാരുടെ ഒരു സ്ട്രെങ്തൻ GVK റാവു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. BDO ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ്. ക്ലിയർ ആണോ? എല്ലാം കൂടെ കൊണ്ട് തിരിയണ്ട, ക്ലാസ് കേട്ടിട്ടുണ്ടായിരിക്കാം. ദെൻ LM സിംഗ്വി കമ്മിറ്റി 1986. അപ്പോൾ GVK റാവു 85, LM സിംഗ്വി കമ്മിറ്റി എപ്പോഴാണ്? 1986. അപ്പോൾ പല ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ഇത് സക്സസ് ആയി, ഇത് സക്സസ് ആയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകുന്നില്ല. എല്ലാ കമ്മിറ്റികളും എന്തിന് ഫൗണ്ടേഷനായി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തന്നെ അതൊക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടും. മനസ്സിലായല്ലേ? അപ്പോൾ ഇന്ന കമ്മിറ്റി ഫെയിലായിരുന്നു, അത് നമുക്ക് എല്ലാ കമ്മിറ്റികളുടെയും റെക്കമെൻഡേഷൻസ് എടുത്തിട്ടാണ് ഈ ഡീസെൻട്രലൈസേഷൻ വളരെ സക്സസ് ആയി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് മാറിയത്. ക്ലിയർ ആണല്ലോ? ദെൻ LM സിംഗ്വി കമ്മിറ്റി 1986. LM സിംഗ്വി കമ്മിറ്റി 1986 ആണ്. ഇത് അപ്പോയിൻറ്റഡ് ബൈ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ആണ്. മനസ്സിലായോ? രാജീവ് ഗാന്ധി ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഏതാ? LM സിംഗ്വി കമ്മിറ്റി. ക്ലിയർ? ദെൻ ഇതിൻ്റെ മെയിൻ റെക്കമെൻഡേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഗ്രാമസഭ ഷുഡ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞത് LM സിംഗ്വിയാണ്. LM സിംഗ്വി മനസ്സിലായോ? ഗ്രാമസഭ. ക്ലിയർ ആണോ? ദെൻ
സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താൻ വേണമെന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. മനസ്സിലായോ? SFC കുറിച്ച്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞത് അശോക് മേത്ത. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞത് സിംഗ്വി. ഗ്രാമസഭ സിംഗ്വി. മനസ്സിലായോ? ദെൻ ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽ, ന്യായ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ലോക്കൽ ഡിസ്പ്യൂട്ടൊക്കെ അശോക് മേത്ത, മറക്കണ്ട. ഇനി ജുഡീഷ്യൽ ട്രൈബ്യൂണലിനെ കുറിച്ച് പറഞ്ഞത് ആരാ? LM സിംഗ്വി. മനസ്സിലായോ? ഇനി എലക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിന് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാരാണ്? LM സിംഗ്വിയാണ്. മനസ്സിലായോ? ഇപ്പോൾ റെക്കമെൻഡേഷൻസ് പറഞ്ഞേ. കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കമെൻഡേഷൻ അദ്ദേഹം പറഞ്ഞു. ഗ്രാമസഭ, ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ജുഡീഷ്യൽ ട്രൈബ്യൂണൽ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു പഞ്ചായത്ത്. ക്ലിയർ? ദെൻ ട്രെയിനിങ് ഓഫ് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇത് ഇത്രയും പറഞ്ഞതാരാ? LM സിംഗ്വി. മറക്കരുത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ അശോക് മേത്ത തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് വരെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗ്രാമസഭയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ്. ഗ്രാമസഭ ആരാടാ? LM സിംഗ്വി. ഇനി ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ നാഷണലി ഉള്ള ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഒരു സ്റ്റേറ്റിന് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞത് ആരാ? അശോക് മേത്ത. ദെൻ ജുഡീഷ്യൽ ട്രിബ്യൂണൽ അല്ലേ? ന്യായ പഞ്ചായത്ത്, വില്ലേജിലെ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാൻ. ഇവിടെ LM സിംഗ്വി ജുഡീഷ്യൽ ട്രിബ്യൂണൽ. മറക്കരുത്, ജുഡീഷ്യൽ ട്രിബ്യൂണൽ ആരുടെ? LM സിംഗ്വി. ഇനി എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് എന്ത് വേണം? ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് എങ്ങനെ ആണ് ഭരണം നടത്തേണ്ടതെന്നുള്ള വ്യക്തമായ ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞത് LM സിംഗ്വി കമ്മിറ്റിയാണ്. നമുക്കതുകൊണ്ട് പറയാം, ഒരു ഫൗണ്ടേഷൻ ലേഡ് ചെയ്തത്, റെക്കമെൻഡേഷൻ ലേഡ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ദ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LM സിംഗ്വി കമ്മിറ്റിയുടെ മെനി സജഷൻസ്. ഗ്രാമസഭ വന്നു, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു LM സിംഗ്വി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ LM സിംഗ്വിയെ പറയുന്നത് ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പഞ്ചായത്തി രാജ് അല്ലേ? അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ, ഗ്രാമസഭ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തത് ആരുടെ റിപ്പോർട്ടാണ്? LM സിംഗ്വിയുടെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പഞ്ചായത്തി രാജ് പറഞ്ഞേ. ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പഞ്ചായത്തി രാജ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ക്ലിയർ. അപ്പോൾ ഇതുവരെ ഞാൻ LM സിംഗ്വി കമ്മിറ്റി തൊട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ PPT അയക്കാം, അതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. മനസ്സിലായോ? വളരെ നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഈ കമ്മിറ്റികളിൽ നിന്ന്. അത് നമുക്ക് ഒരിക്കലും കളയാൻ പാടില്ല. നമ്മളിപ്പോൾ ഫാക്റ്റുകളൊക്കെ നോക്കിപ്പോയി. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരും. PG ലെവലാണ് എക്സാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാകും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.